വി.എസ്. അച്യുതാനന്ദന്റെ മുൻ PA ആയിരുന്ന എ. സുരേഷ് മലമ്പുഴയിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും. വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിൽ നാളെ സുരേഷ് പങ്കെടുക്കും. KPCC നേതാക്കൾ എ. സുരേഷുമായി ചർച്ച നടത്തി. UDF ജാഥയിൽ താങ്കൾ പങ്കെടുക്കുമെന്നുള്ള ഒരു വാർത്തകൾ വരുന്നുണ്ട്. അതിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ടോ? അല്ല, ഞാൻ എന്നെ ക്ഷണിച്ചിരുന്നു. ഒരു UDFന്റെ ഉന്നത ലീഡേഴ്സ് തന്നെയാണ് ക്ഷണിച്ചത്. പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്നും നാളെയും പാലക്കാട് ജില്ലയിൽ ജാഥയുണ്ട് എന്ന് പറഞ്ഞു. താങ്കൾ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നാളെ ഒരുപക്ഷെ പങ്കെടുത്തേക്കും? പറയാൻ പറ്റില്ല, പറയാനായിട്ടില്ല. ഇപ്പോൾ എന്താണ് UDF സ്ഥാനാർത്ഥി ആകുമെന്നുള്ള കാര്യങ്ങൾ കൂടി? സ്ഥാനാർത്ഥി ആവണമെന്ന് അവർ എന്നോട് സംസാരിച്ചിട്ട് കുറച്ച് ദിവസമായി. എനിക്ക് ചിന്തിക്കാനുണ്ടെന്ന് പറഞ്ഞു. പിന്നെ സ്ഥാനാർത്ഥി കാര്യം പറയേണ്ടത് UDFന്റെ ലീഡേഴ്സാണ്, ഞാനല്ല. എന്നോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൽ എന്ത് മറുപടിയാണ് കൊടുത്തത്? താല്പര്യമുണ്ടെന്നാണ്? അല്ല, ഞാനത് പ്രത്യേകിച്ചൊരു മറുപടി പറഞ്ഞിട്ടില്ല. ആലോചനയിൽ വെച്ചിട്ടുണ്ട്, ബാക്കി പിന്നെ സംസാരിക്കാമെന്നാണ് പറഞ്ഞത്. ഇനി നിലവിലിപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ ഈ ഒരു അന്തരീക്ഷത്തിലൊക്കെ ഏതെങ്കിലും പാർട്ടിക്കാർ നിങ്ങളെ വിളിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അനുനയ ശ്രമങ്ങളൊക്കെ നടക്കുകയോ മറ്റോ ചെയ്തിരുന്നോ? ഇല്ല, അത്തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല. ഈ നേതാക്കൾ വിളിക്കത്തക്ക ആളൊന്നുമല്ല ഞാൻ. എൻ്റെ ഭാഗം ഞാൻ പറഞ്ഞു. 13 വർഷമായി എന്നെ പുറത്താക്കിയിട്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ ക്രോണോളജി ഓർഡറിൽ തന്നെ ഞാൻ കൃത്യമായിട്ട് എൻ്റെ FB പേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സുരേഷിന് വളരെ അടുപ്പമുള്ള പലരും മലമ്പുഴയിലുണ്ട്, നെന്മാറയിലുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട്. പലപ്പോഴും ABSുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പലരും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെയൊക്കെ ഒരു പ്രതികരണം എന്താണ്? അവരെന്താണ് പറയുന്നത്? അല്ല, എന്നെ പലരും വിളിക്കാറുണ്ട്. എന്നെ സ്നേഹിക്കുന്ന കുറേ ആളുകൾ വിളിച്ചിരുന്നു. അതിൽ ഭൂരിപക്ഷം ആളുകൾ സഖാവ് ഇങ്ങനെ ഇതിൽ തുടരേണ്ട കാര്യമില്ല എന്ന അഭിപ്രായക്കാരാണ്. ഇത്രയും അപമാനം സഹിച്ചുകൊണ്ട് തുടരേണ്ട എന്ന അഭിപ്രായക്കാരാണ് ഭൂരിപക്ഷം. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, CPMുമായി വളരെ കാലമായി അകന്നു കഴിയുകയാണ് എ. സുരേഷ്. ഇപ്പോൾ ഇതാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അങ്ങോട്ട് അപ്രോച്ച് ചെയ്തതായുള്ള വിവരങ്ങൾ കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഒരു തീരുമാനത്തിലേക്ക് എ. സുരേഷ് എത്തിയിരിക്കുന്നു. ജിൽസി, തീർച്ചയായും ഒരു തീരുമാനത്തിലേക്ക് എ. സുരേഷ് എത്തിയിരിക്കുന്നു. VS അച്യുതാനന്ദന്റെ കൂടെ പതിറ്റാണ്ടുകളായി അദ്ദേഹത്തിന്റെ നിഴലായി നടന്ന വ്യക്തിയാണ് എ. സുരേഷ്. സുരേഷാണ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവുമായി എല്ലാം തന്നെ പ്രതിനിധാനം ചെയ്ത മലമ്പുഴയിൽ നിന്ന് ജനപ്രതിനിധിയാകാൻ ഒരുങ്ങുന്നത്. അദ്ദേഹം മത്സരിക്കാമെന്ന് ഈ തീരുമാനിച്ചിട്ടുണ്ട്. നേതൃത്വത്തെ ഈ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നാളെ പാലക്കാട് കോട്ടമൈതാനത്ത് നടക്കുന്ന ഈ വി.ഡി. സതീശന്റെ യാത്രയിൽ പങ്കെടുക്കാമെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ, വി.ഡി. സതീശൻ അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ മലമ്പുഴ മണ്ഡലം എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച്, UDFനെ സംബന്ധിച്ച് അത്ര സുരക്ഷിതമായ വിജയസാധ്യതയുള്ള മണ്ഡലമല്ല. എന്നാൽ ഈ VS അച്യുതാനന്ദന്റെ PA തന്നെ ഇറക്കി അവിടെ വലിയൊരു ഓളമുണ്ടാക്കാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഈ VSനെ സ്നേഹിക്കുന്ന ആളുകളുടെ വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞാൽ അത് നേട്ടമായിരിക്കും. നിലവിൽ 3-ാം സ്ഥാനത്താണ് കോൺഗ്രസ് ഉള്ളത്. ആ 3-ാം സ്ഥാനം എന്നുള്ളത് മാറ്റുന്നതിനെങ്കിലും കഴിയും. കാരണം ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഈ 2-ാം സ്ഥാനത്ത് എത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. എ. സുരേഷിലൂടെ അത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ എന്തായാലും വി.ഡി. സതീശന്റെ യാത്രയിൽ എ. സുരേഷ് പങ്കെടുക്കും.